ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്തുമുള്ള നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവവചനം കേൾക്കുവാനും കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തോട് പ്രാർത്ഥിപ്പാനും കടന്നു വന്നിരിക്കുന്ന ഇവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അധികമായ ദൈവകൃപ നിങ്ങളുടെ മേലും നിങ്ങളുടെ ഭവനത്തെ മേലും ദൈവം പകരപ്പെടുമാറാകട്ടെ. ദൈവശക്തിയിൽ ഉറച്ച് നിൽക്കുക. കർത്താവ് നിങ്ങൾ തകർന്നു പോകുവാൻ, തളർന്നു പോകുവാൻ, നിങ്ങളുടെ പാതകൾ ഇടറിപ്പോകുവാൻ ഒരു നാളും അനുവദിക്കുകയില്ല. കർത്താവിൻ്റെ സ്നേഹം എന്നും, കരുതൽ എന്നും നിങ്ങളുടെ ജീവിതത്തോടൊപ്പം ഉണ്ടാകും. കർത്താവ് അതിനായി നിങ്ങളെ സഹായിച്ച് ഒരുക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവമേ, നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ ഞങ്ങൾക്ക് ഉത്തരം അരുളി. ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവ, ഞങ്ങളുടെ നല്ല ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൽ നാഥ, ദൈവിക വചനങ്ങൾ ഗ്രഹിക്കുവാനും മനനം ചെയ്യുവാനും ഞങ്ങളുടെ ആയുസ്സിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞങ്ങളെനിക്ക് സ്തോത്രം കരയറ്റുന്നു. കർത്താവല്ലാതെ ഒരു നന്മ ഞങ്ങളിലില്ല, അങ്ങിലല്ലാതെ ഒരാശ്രയവും ഞങ്ങളിലില്ല. അവിടുത്തെ സ്നേഹത്തിനായി, കരുതലിനായി, വാത്സല്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അന്ത്യത്തോളം അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. സ്വർഗീയമായ നിറവിനാൽ ഞങ്ങൾ നിറഞ്ഞു വരുവാൻ, തികഞ്ഞു വരുവാൻ എല്ലാ നിലകളിലും കർത്താവ് ഞങ്ങളെ ഒരുക്കി സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങളെ പരിപോഷിപ്പിച്ച ജീവനുള്ള സത്യവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നും നാഥ, ആ മാറ്റമില്ലാത്ത ദൈവിക വചനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുവാനും ഗ്രഹിപ്പാനും അതിലൂടെ ആഴമേറിയ നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ നിഴലായി ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതാണ്: പൗലോസിന് ലഭിച്ച ആദ്യ ദർശനം എവിടെ വെച്ചായിരുന്നു എന്നതാണ്. അതിൻ്റെ ഉത്തരം എല്ലാവരും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ഉത്തരം ഇതാണ്: ദമസ്കോസ് എന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യമായി പൗലോസിന് ദർശനം ലഭിക്കുന്നത്. തുടർന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്തെ ശ്രദ്ധയോടെ കേൾക്കുവാനും മനനം ചെയ്യുവാനുള്ള കൃപയും ശക്തിയും ദൈവം നമുക്ക് നൽകട്ടെ. ഇന്നത്തെ വചനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം 27 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യമാണ്. അതിലിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക എന്ന്. ലക്ഷ്യത്തിനായുള്ള മനസ്സിൻ്റെ ധൈര്യം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു ലക്ഷ്യം ഉണ്ട്. ഈ ലക്ഷ്യത്തിലെത്തുവാൻ മനസ്സിന് ധൈര്യം ഉണ്ടാകണമെന്നാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അത് ദൈവ വേലയ്ക്കാകാം, ദൈവിക ശുശ്രൂഷയിലാകാം, കുടുംബ ജീവിതമാകാം, പഠന മേഖലയാകാം, തൊഴിൽ മേഖലയാകാം, അതുപോലെ മറ്റു ഇതര കാര്യാദികളാകാം. നമുക്കൊരു ലക്ഷ്യം ദൈവം തന്നിട്ടുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഓർക്കണേ. എന്നാൽ ക്രിസ്തു വിശ്വാസത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്കൊരു ലക്ഷ്യം തന്നിട്ടുള്ളത് നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഭവനത്തിൽ ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണം വരെയുള്ള ചുമതലകൾ അത് നമ്മുടെ ലക്ഷ്യമായിരിക്കുകയും പരമപ്രധാനമായ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുക, ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതും ആയിരിക്കണം എന്നതാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരു ലക്ഷ്യം തന്നിട്ടുണ്ട്. ഈ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് മനസ്സിൻ്റെ ധൈര്യം നാം കൈവിടരുത് എന്നുള്ളതാണ്. അതായത് എന്നിലും നിങ്ങളിലും
ധൈര്യം ഉണ്ടാകണം എന്നതാണ്. പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിൽ ദൈവത്തിനായി കാത്തിരുന്ന് ഹൃദയത്തെ ധൈര്യമായി സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രയാസകരമായ ഒന്നാണ്. അതായത് ഞാൻ നിൽക്കുന്നത് പ്രശ്നസങ്കീർണമായ കലുഷിതമായ ഒരു ജീവിത സാഹചര്യത്തിലാണ്. ഇതിൻ്റെ നടുവിൽ ദൈവത്തിനായി കാത്തിരിക്കുക, എൻ്റെ ഹൃദയത്തെ സ്റ്റേബിളാക്കുക, സ്ഥിരമാക്കുക എന്നത് എന്നും എല്ലാവർക്കും പ്രയാസകരമേറിയ ഒന്നാണ്. കാരണം പലതും നമുക്ക് പറയുവാൻ കഴിയും, പക്ഷേ ജീവിതത്തിൻ്റെ ആ പച്ചയായ അനുഭവങ്ങളിലൂടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമേ അതിൻ്റെ തീവ്രത, അതിൻ്റെ ആഴം, അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ചോദ്യം, സാധ്യമാണോ? വാസ്തവത്തിൽ ഒരു വലിയ സ്ട്രഗിളിൻ്റെ മധ്യയിൽ, പ്രോബ്ലംസിൻ്റെ മധ്യയിൽ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തുകയും ദൈവത്തിനായി കാത്തിരിക്കുകയും ചെയ്യുക എന്നത് സാധ്യമാണോ? അങ്ങനെ വേദപുസ്തകത്തിൽ എന്തെങ്കിലും അടയാള സൂചകങ്ങൾ നൽകുന്നുണ്ടോ? ഉണ്ട് പ്രിയമുള്ളവരെ, ധാരാളമുണ്ട്. അതിൽ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ദാവീദിൻ്റെ ജീവിതം നാം ഏവരും അറിയുന്നത് പോലെ 16-ാമത്തെ വയസ്സിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. തൻ്റെ 16-ാമത്തെ വയസ്സിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. എന്നാൽ അവൻ രാജസ്ഥാനത്ത് ഇരിക്കുവാനായിട്ട് സാധിച്ചത് തൻ്റെ 30-ാമത്തെ വയസ്സിലായിരുന്നു. നോക്കുക, രാജസ്ഥാനത്ത് അവരോധിക്കപ്പെടുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, 16-ാമത്തെ വയസ്സിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ, എന്നാൽ രാജസ്ഥാനത്ത് ഇരിക്കുവാൻ അവന് കഴിയുന്നില്ല. സ്കൂളിൽ അഡ്മിഷൻ എടുത്തു, പക്ഷേ സ്കൂളിൽ പോകുവാൻ കഴിഞ്ഞില്ല. ഒന്ന് ചിന്തിച്ച് നോക്കണേ. സ്കൂളിൽ അഡ്മിഷൻ എടുത്തു, എന്നാൽ സ്കൂളിൽ പോകുവാനായിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. ഇതിൻ്റെ പ്രധാന കാരണവും നമുക്കറിയാം. രാജാവായ ശൗലിൻ്റെ അസൂയ നിമിത്തം തൻ്റെ ശത്രുവായി തീർന്ന ശൗലിനാൽ ദാവീദ് ഒരു കാട്ടുകോഴിക്ക് സമാനമായിട്ട് കാടുകളിലും മലകളിലും അലഞ്ഞു നടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. തൻ്റെ 16-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ അലഞ്ഞു നടക്കേണ്ട ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇത് ആർക്ക് സഹിക്കുവാൻ കഴിയും? ഇത് കണ്ടിട്ട് ആർക്ക് ഒരു നല്ല വാക്ക് പറയുവാനായിട്ട് തോന്നും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കാരണം ഒരുപക്ഷെ നാമൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എങ്കിൽ ദാവീദിനെ കൈചൂണ്ടി പറയും, നിനക്കുള്ള അഭിഷേകം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അല്ലേ? നാം നിശ്ചയമായും പറയും. കാരണം ദൈവം തൻ്റെ പ്രവാചകനാൽ അഭിഷേകം ചെയ്യുകയാണ്, രാജാവായി അഭിഷേകം ചെയ്യും, പക്ഷേ രാജസ്ഥാനത്ത് എത്തുന്നില്ല. അതിനർത്ഥം എന്താണ്? പെട്ടെന്ന് നാം ചിന്തിക്കും, ഇവൻ അഭിഷേകം ചെയ്യപ്പെട്ടത് അത് ദൈവത്താൽ ഉണ്ടായതല്ല. അങ്ങനെയെങ്കിൽ ഈ 30 വയസ്സ് വരെ ഇവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു അനുഭവം ഉണ്ടാകുമോ? അല്ലെ, നാം ആയാലും അത് പറഞ്ഞു പോകും. പക്ഷേ ഈ ഒരു കാലഘട്ടം, തൻ്റെ 16 മുതൽ 30 വയസ്സുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ദാവീദിന് ദൈവത്തിൽ ഒരു വലിയ ആശ്രയം ഉണ്ടായിരുന്നു എന്നതാണ്. തൻ്റെ ധൈര്യം വിട്ടുകളഞ്ഞില്ല. ഈ 2 ഗുണങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിലുള്ള ആശ്രയവും തന്നിലുള്ള ധൈര്യത്തെ അവൻ വിട്ടുകളഞ്ഞില്ല എന്നതാണ്. ഇവ രണ്ടും ദാവീദ് ഭദ്രമായി കാത്തു സൂക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നിൽക്കുന്നത് എരിയുന്ന തീച്ചുളയിലാകാം. ആണോ? എരിയുന്ന തീച്ചുളയിൽ. അത് ഏത് പ്രശ്നമാകട്ടെ, സാമ്പത്തികമാകട്ടെ, നിങ്ങളെ മറ്റുള്ള അവഗണിക്കുന്നതാകട്ടെ, ഒരു രോഗമാകട്ടെ, മറ്റു അസമാധാനത്തിൻ്റെ വിഷയങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ള നിങ്ങൾ നിൽക്കുന്നത് ഒരു തീച്ചുളയിലാകാം. പക്ഷേ അവിടെ നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയം വയ്പ്പാൻ കഴിയുന്നുണ്ടോ? പൂർണ്ണമായി. 2, ധൈര്യം സംഭരിക്കുവാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ വിജയിക്കും പ്രിയമുള്ളവരെ. ഒരു സംശയമില്ല. ദൈവത്തിൽ ആശ്രയിക്കുകയും ധൈര്യപൂർവ്വം നിൽക്കുവാനും കഴിയുമെങ്കിൽ, മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതം തന്നെ എന്നതാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് സങ്കീർത്തനം 31:24 യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന്. നോക്കുക, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇതൊരു ഫോർമുലയാണ്.
ജീവിതത്തിൽ സക്സസ് ആകുവാനുള്ള ഒരു ഫോർമുലയാണ് ദാവീദ് ഇന്ന് നമുക്ക് ഈ തലമുറയിൽ നൽകുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള ആശ്രയം, ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന അനുഭവം. എന്താണ് ധൈര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രതിസന്ധികളും കഷ്ടതകളും അഭിമുഖീകരിക്കേണ്ടി വന്നാലും അവയിൽ ദൃഷ്ടി വയ്ക്കാതെ ആരംഭിച്ച പ്രവൃത്തിയെ പൂർത്തീകരിക്കുന്ന പ്രകൃതമാണ് ധൈര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത്, ഞാൻ ഒരു ദൂരയാത്രയ്ക്ക് എനിക്ക് ഒരു കാര്യസാധ്യത്തിനായി ഞാൻ വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങി പുറപ്പെട്ടു. കുറച്ച് ദൂരം കാൽഭാഗം എത്തിയപ്പോൾ കഠിനമായ മഴ, വലിയ ശക്തമായ കാറ്റ്, ഇടി മിന്നൽ, ഇതെല്ലാം ഭയങ്കരമായി നിൽക്കുകയാണ്. ഒരടി മുന്നോട്ട് വയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ തിരിച്ചു വരുമോ, അവിടെ നിൽക്കുമോ, അതോ മുന്നോട്ട് പോകുമോ? ഇവിടെ ചിലർ ഇപ്രകാരം ചെയ്യാറുണ്ട്. എത്ര മഴ, എത്ര പ്രതിസന്ധിയായാലും ഞാൻ ആ കാര്യത്തെ സക്സസ് ചെയ്ത് തിരിച്ചു വരുമെന്ന ഒരു മനോധൈര്യം. ആമേൻ. ഈ ധൈര്യമാണ് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും വേണ്ടത് ക്രിസ്തു വിശ്വാസ ജീവിതത്തിൽ. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ധൈര്യത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുക. ഒന്നിനെയും കണ്ട് പതറരുത്, ഭയപ്പെടരുത്, തളർന്നു പോകരുത് എന്നത്. ധൈര്യം ജീവിതത്തിൻ്റെ രണ്ട് നിലകളിൽ പ്രകടമാകണം. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രതിസന്ധികൾ, കഷ്ടതകൾ നേരിടുമ്പോൾ അവയിൽ ദൃഷ്ടി വയ്ക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത്, പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിസന്ധികൾ ഫോക്കസ് ചെയ്യരുത്, മറിച്ച് അതിനുമപ്പുറത്ത് ഉന്നതമായ പർവ്വതമായ ദൈവത്തിൽ ദൃഷ്ടി വയ്ക്കുക. അതുകൊണ്ടാണ് 121 സംഖ്യ ദാവീദ് പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഉന്നതമായ ഉയർന്ന നിലയിലുള്ള ഈ പ്രതിസന്ധികളിൽ നിന്നും 1000, 10,000 മടങ്ങ് ഉയരത്തിലുള്ള ദൈവത്തിലേക്ക് ഞാൻ നോക്കുകയാണ്. ആ ദൈവത്തിന് എൻ്റെ മുന്നിലുള്ള കുന്നുകളെയും പർവ്വതങ്ങളെയും സ്മാഷ് ചെയ്യുവാൻ, തകർത്ത് കളയുവാൻ കഴിയും, പ്രതിസന്ധികൾ അകറ്റിക്കളയുവാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമത് നമുക്ക് ധൈര്യം വേണ്ടത് പ്രതിസന്ധികളുടെ നടുവിൽ ഈ പ്രതിസന്ധിയെക്കാട്ട് ഉയർന്നു നിൽക്കുന്ന ദൈവത്തോളം വരെ നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കുവാൻ, കണക്ട് ചെയ്യുവാൻ, ബന്ധിപ്പിക്കുവാൻ നമുക്കാകണം എന്നുള്ളതാണ്. അവിടെ നമുക്ക് സൈക്കോളജിക്കലി, മനഃശാസ്ത്രപരമായി ഒരു ബന്ധം, ഒരു എനർജി, ഒരു ശക്തി ഇൻറ്റേണലായിട്ട് നമുക്ക് ലഭിക്കും, ആന്തരികമായി നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിച്ച് നാം മുന്നോട്ട് പോകുമ്പോഴാണ് ചിലരൊക്കെ നമ്മെ കണ്ട് ചോദിക്കും, തീച്ചൂളയുടെ അനുഭവത്തിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു? എല്ലാം തീർന്ന് തകർന്ന് ഒന്നുമില്ലാതെ ശൂന്യത നിൽക്കുമ്പോഴും ഇതെങ്ങനെ നിനക്ക് നിൽക്കുവാൻ കഴിയുന്നു? എങ്ങനെ നിനക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നു? ഈ കുടുംബത്തെ നിനക്ക് എങ്ങനെ റൺ ചെയ്യുവാൻ കഴിയുന്നു? ഈ മിനിസ്ട്രി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു? ഇതെങ്ങനെയാണ് ദൈവവേലയിൽ നീ നിൽക്കുന്നത്? തീച്ചൂളയിൽ നിൽക്കുമ്പോഴും ഇതെങ്ങനെ സാധിക്കുന്നു? കാരണം എൻ്റെ ദൃഷ്ടി ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിലാകുന്നു. ആ ഉന്നതമായ ഉയർന്ന പർവ്വതത്തിലാണ് എൻ്റെ നോട്ടം, എൻ്റെ ശ്രദ്ധ. പ്രിയമുള്ളവരെ, ധൈര്യം ഉണ്ടാകേണ്ട ഒന്നാമത്തെ നിലയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തേത്, ധൈര്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ദൈനംദിന വിശ്വാസ ജീവിത യാത്രയിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട്. ആനന്ദങ്ങൾ ഉളവാക്കുന്ന പ്രലോഭനങ്ങൾ വരാറുണ്ട്, നമ്മെ തേടി വരും. അവയെ ചെറുത്ത് നിൽക്കുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. വിശ്വാസത്തെ ഹനിക്കുന്ന, നമ്മെ പാപത്തിലേക്ക് വഴി നടത്തുന്ന പ്രലോഭനങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അവയെ ചെറുത്ത് നിൽക്കുവാനുള്ള ഒരു ധൈര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഇവൻ ഇയ്യോബിൻ്റെ ജീവിതം നോക്കുക. സ്നേഹിതന്മാർ വന്ന് പറയുകയാണ്, നീ ദൈവത്തെ ത്യജിച്ച് വിട്ടുകള, അല്ലേ? അതൊരു പ്രലോഭനമാണ്. യേശു കർത്താവ് 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വിശന്നപ്പോൾ പിശാചി വരികയാണ്, ത്യജിച്ച് വിട്ടുകള, എന്നെ ഒന്ന് നമസ്കരിക്കുക, എല്ലാം നിനക്ക് കിട്ടും. പ്രലോഭനങ്ങൾ, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത്, ധൈര്യം നിങ്ങളിൽ ഉണ്ടാകണം. എൻ്റെ പോക്കറ്റ് എംറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും പിശാചിൻ്റെ വഴിയിൽ, തിന്മ ചെയ്യുന്നവരുടെ വഴിയെ ഞാൻ സഞ്ചരിക്കുകയില്ല. ഈ ഒരു ചിന്ത ഉണ്ടാകണം. അവിശ്വാസിയുടെ വഴിയെ ഞാൻ സഞ്ചരിക്കുകയില്ല. ഞാൻ വിശ്വാസിയാണ്, ഞാൻ വിശ്വാസമുള്ളവരോട് കൂടെ പാർക്കും. അവിശ്വാസം നിറഞ്ഞ ഒരു പാസ്റ്ററോട് കൂടെ,
അവിശ്വാസം നിറഞ്ഞ സംശയമുള്ള ഒരു പാസ്റ്ററോടുകൂടെ, ധൈര്യമില്ലാത്ത ഒരു പാസ്റ്ററോടുകൂടെ, വിശ്വാസി കുടുംബത്തോടെ, ഒരു ആലയത്തോടൊപ്പം ഞാൻ സഞ്ചരിക്കുകയില്ല. എങ്കിൽ ഞാനും എന്താണ്, അന്ധനെ വഴി കാട്ടുന്നത് പോലെ ആയിപ്പോകും. അവിടെ നമുക്ക് ധൈര്യം വേണം. ആ ധൈര്യം സംഭരിക്കുവാൻ അങ്ങനെ വിശ്വാസമുള്ളവരോടൊപ്പം നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയണം പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള വിശ്വാസ ജീവിതം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് പ്രലോഭനങ്ങളെ ചേർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ രണ്ട് തലകളിലും പ്രലോഭനം ഉണ്ടാകും. ഒന്ന് നമുക്ക് ആയിരിക്കും, ഒന്നുമില്ല, ശൂന്യത നിൽക്കുമ്പോൾ പ്രലോഭനം വരും. അതുപോലെ എല്ലാം നിറവായി നിൽക്കുമ്പോഴും നമ്മെ വീഴ്ത്തുവാൻ പിശാച് പലവിധമായ തന്ത്രങ്ങൾ കൊണ്ടുവരും. അവയൊക്കെ ചേർത്ത് നിൽക്കുവാനുള്ള മനസ്സിൻ്റെ ധൈര്യം നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരിക്കൽ മോശെ യോശുവയോട് ഇപ്രകാരം പറഞ്ഞു. ആവർത്തന പുസ്തകം 31:7 വായിക്കുമ്പോൾ, ശക്തനായ ഒരു നേതാവായി നിലകൊള്ളേണ്ടതിന് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ധൈര്യം മറന്നു പോകരുത്. നിനക്കൊരു ശക്തനായ നേതാവായി നിൽക്കണമെങ്കിൽ നീ ഉറപ്പുണ്ടാകണം, നിനക്കുള്ളിൽ ധൈര്യമുണ്ടാകണം. ഒരപ്പനാകുവാൻ, ഒരമ്മയാകുവാൻ, ഒരു ഭർത്താവായി തുടരുവാൻ, ഒരു ഭാര്യയായി തുടരുവാൻ, ഒരു നായകൻ, ഒരു ജേതാവായി തുടരുവാൻ നിനക്കുള്ളിൽ ഉറപ്പും ധൈര്യവും ഉണ്ടാകണം. തളർന്നു പോകരുത്, പതറിപ്പോകരുത്, സ്റ്റേബിളാകണം, ധൈര്യമുള്ളവനാകണം. പ്രിയമുള്ളവരെ, ബി കറേജ് അല്ലേ? ആ ഒരു ഉറപ്പും ധൈര്യത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യണം. ഒരിക്കൽ നേരത്തെ മോശ യോശുവയോട് പറഞ്ഞതാണ്. ഇനി ദൈവം യോശുവയോട് പറയുകയാണ്. വളരെ 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 ഹൃദയസ്പർശിയായ ഒരു ചിന്തയാണ്. ദൈവം യോശുവയോട് സംസാരിക്കുകയാണ്. യോശുവ 1:9 നമുക്ക് ഇവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. വളരെ കൂളായിട്ട് പറയുക, നിന്റെ ദൈവമായ യഹോവ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യമുള്ളവനായിരിക്കുക. ഇത് എത്രയോ കാലം കൊണ്ട് നാം കേൾക്കുന്ന അല്ലേ ദൈവിക വാഗ്ദത്തങ്ങൾ. എന്നിട്ടും ഭയങ്കരമായ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂല അവസ്ഥകൾ, സാഹചര്യങ്ങൾ കാണുമ്പോൾ നാം പതറിപ്പോകുന്നു, ധൈര്യം ചോർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, ദുർബലരായി തീരുന്നു, ബലഹീനരായി തീരുന്നു. പ്രിയമുള്ളവരെ, കം ബാക്ക് ടു ദ കിങ്. ധൈര്യം പ്രാപിക്കുവൻ, നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് ധൈര്യമുള്ളവരായിരിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ധൈര്യത്തിൻ്റെ ഉറവിടം ദൈവാശ്രയമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ മാതാപിതാക്കൾ, അവിടെ ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം, അവിടെയൊക്കെ മക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. ഓരോ ദിവസവും മക്കളെ തീറ്റിപ്പോറ്റുവാൻ അവരെ വഴി നടത്തി എന്തോരം അവർ പരിശ്രമിച്ചു. പക്ഷേ ഇതെങ്ങനെ ഈ ക്രൈസിസൊക്കെ അവർ നേരിട്ടു? വെരി സിമ്പിൾ. അവർ ഇത്രയും ക്രൈസിസിനെ നേരിടുവാൻ അവരെ സഹായിച്ചത് ദൈവത്തിലുള്ള ആശ്രയമായിരുന്നു. ദൈവത്തിലുള്ള ആശ്രയം അവരുടെ ബലമായിരുന്നു. ദൈവത്തിലുള്ള ആശ്രയം അവരുടെ ശക്തിയായിരുന്നു. ദൈവത്തിലുള്ള ആശ്രയം അവരുടെ ധൈര്യമായിരുന്നു. അവർ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യമാണ് സകലത്തെയും തരണം ചെയ്യുവാൻ അവർക്ക് സഹായകമായി തീർന്നത്. അതായത്, നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും, 100 പേർ 10,000 പേരെ ഓടിക്കും. ദൈവിക വാഗ്ദത്തത്തിൽ അത്രേ പിതാക്കന്മാർ കാലുറപ്പിച്ച് നിന്നത്. പ്രിയമുള്ളവരെ, ഉൾക്കരുത്തില്ലാത്ത ഒരുവൾക്ക് ഒരു യഥാർത്ഥ ദൈവ പൈതലായിരിക്കാൻ കഴിയുന്നതല്ല. ഉൾക്കരുത്തില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ദൈവവിശ്വാസിയായി ജീവിക്കുവാൻ കഴിയുന്നതല്ല. തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും കഴിയുകയില്ല. പതറിയ മനസ്സായിരിക്കും, ഏകാഗ്രതയില്ലാത്ത മനസ്സായിരിക്കും, ചിന്തകളായിരിക്കും, ഏകാഗ്രതയില്ലാത്ത തീരുമാനങ്ങളായിരിക്കും. ഉൾക്കരുത്തില്ലാത്ത ഒരുവൾക്ക് ഒരു യഥാർത്ഥ ദൈവവിധലായി തുടരുവാൻ കഴിയുകയില്ല, ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാനും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ. നമ്മിലെ ആത്മീക മനുഷ്യൻ ശക്തനായിരുന്നാൽ ചില വേളകളിൽ ശാരീരിക രോഗങ്ങൾ വരെ നമുക്ക് കീഴടങ്ങും. പ്രിയമുള്ളവരെ, ആമേൻ. നമ്മിലെ രോഗങ്ങൾ വരെ കീഴടക്കുവാൻ സാധിക്കും. ആത്മാവിലുള്ള മനുഷ്യൻ, നമ്മുടെ ആത്മാവിലുള്ള മനുഷ്യൻ, ആത്മമനുഷ്യൻ ശക്തനായിരുന്നാൽ, ഉറപ്പുള്ളവനായിരുന്നാൽ, ധൈര്യമുള്ളവനായിരുന്നാൽ രോഗങ്ങളെ കീഴടക്കുവാൻ നമുക്ക് സാധിക്കും. പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വഴിമാറും. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വഴിമാറും. 2 വേദഭാഗങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കണേ. ഒന്നാമത് ഞാൻ പറഞ്ഞതിൽ ശാരീരരോഗങ്ങൾ കീഴടങ്ങുമെന്നതിൽ സദൃശ്യവാക്യങ്ങൾ 18:14,
പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വഴിമാറും എന്നതിന് അപ്പോസ്തലപ്രവൃത്തികൾ 27 34 35 36 വാക്യങ്ങൾ, ഈ വാക്യങ്ങളൊന്ന് വായിച്ച് നോക്കുക. ആ സംഭവങ്ങളൊന്ന് നോക്കുക. പ്രിയമുള്ളവരെ, നമുക്കെതിരായി വരുന്ന ഏതൊരു പ്രതികൂലത്തെയും ഏതൊരു പ്രലോഭനത്തെയും നേരിടുവാൻ ധൈര്യമുള്ളവരായിരിക്കും. കാരണം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഇത് വിട്ടുമാറരുതേ പ്രിയമുള്ളവരെ. ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ, തികഞ്ഞ ദൈവാശ്രയത്തിലും ധൈര്യത്തോടെ മുന്നേറി ചെല്ലുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദാവീദ് എത്രാമത്തെ വയസ്സിലാണ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത്? ദാവീദ് എത്രാമത്തെ വയസ്സിലാണ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധവാനും നാൾതോറും ഞങ്ങളുടെ ജീവിതത്തെ കരം പിടിച്ച് വഴി നടത്തുകയും ചെയ്യുന്ന സർവ്വവല്ലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൽ ഈ ലോകത്തിലെ പ്രലോഭനങ്ങളെയും ഈ ലോകത്തിൽ ഞങ്ങൾ നേരിടുന്ന പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ ഞങ്ങൾക്ക് വേണ്ട 2 കാര്യങ്ങൾ: ഒന്ന് ദൈവാശ്രയവും മറ്റൊന്ന് മനസ്സിൻ്റെ ധൈര്യവും. അതിലേറ്റവും കാതലായി ഞങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം എത്രത്തോളം അനിവാര്യമെന്ന് ദാവീദിന്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. യോശുവായിലൂടെ വീണ്ടും വീണ്ടും മോശയും അവിടുന്ന് പറഞ്ഞ കാര്യം അതാണല്ലോ: ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചിരുന്നല്ലോ. നന്ദി കർത്താവ്. ഞങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കട്ടെ. വിശ്വാസ ജീവിതത്തെ അടിപതറാതെ വിശ്വാസത്തിൽ ശക്തമായി മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെ മേലും ദൈവ സാന്നിധ്യം പകരണമേ. സ്വർഗീയ ശക്തിയെ അയക്കണമേ യേശുവിന്റെ നാമത്തിൽ. പിതാവേ, എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതുവരെ നടത്തിയല്ലോ, ഇതുവരെ സഹായിച്ചല്ലോ കർത്താവ്. അന്ത്യത്തോളം നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ഞങ്ങളെ പൂർണ്ണമായി വിനയപ്പെടുത്തുന്നു, സമർപ്പണം ചെയ്യുന്നു. പിതാവ്, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് മതി, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് മതി. ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരുടെ മേലും അവിടുത്തെ കരം തൊട്ട് അവരെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവ്, എല്ലാവരുടെ ആവശ്യങ്ങളും കാര്യാദികളെയും ദൈവം അറിയുന്നുവല്ലോ. അവരുടെ വിഷയങ്ങൾ ഓരോന്നിന്മേലും ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ശാരീരികവും മാനസികവും ആയ സൗഖ്യം ദൈവം പ്രദാനം ചെയ്യണം. കുടുംബാന്തരീക്ഷത്തിൽ സമാധാനവും സന്തോഷവും ദൈവം നൽകണം. ദൈവകൃപയിൽ പൊതിഞ്ഞു കൊള്ളണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണം. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം നിങ്ങളേവരോടും ഇന്നും സദാകാലം കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയരെ, ഏതൊരു പ്രതികൂലത്തിന്റെ നടുവിലും പ്രലോഭനങ്ങളുടെ നടുവിലും ധൈര്യമുള്ളവരായിരിപ്പിൻ. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്കായി മുന്നോട്ട് യാത്ര ചെയ്യാൻ ദൈവാശ്രയത്തോടും ധൈര്യത്തോടും മുന്നോട്ട് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിലേക്കായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.